സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ തഹജ്ജുദിന്റെ സമയത്ത് എണീച്ചു വാതിൽ തുറക്കുമ്പോൾ അവിടെ റബീഅത്ത് ഇവിടെ നിൽക്കുന്നു. ആരാണ് ഇവിടെ? അത് റബീഅത്ത് ബിൻ കഅബ്. യാ റസൂലല്ലാഹ്, എന്ത് റബീഅത്ത് ഇവിടെ നിൽക്കുന്നത്? തങ്ങൾക്ക് ഖലാഹുൽ ഹാജത്തിന് വേണ്ടി മനോരം ചെയ്യാനും ഉളു എടുക്കാനുള്ള വെള്ളം ഞാൻ ഇവിടെ പിടിച്ചു നിൽക്കുകയാണ് നബിയേ. നിന്നോടത് പറഞ്ഞിട്ടുണ്ടോ റബീഅത്തെ? ഇല്ല നബി പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടല്ല ഇത് ഞാൻ ആഗ്രഹിച്ച് എനിക്ക് രക്ഷപ്പെടാൻ എന്തെങ്കിലും വേണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. നീ രാത്രി മുഴുവനും ഉറക്കഴിഞ്ഞിട്ട് ഇവിടെ നിൽക്കായിരുന്നു. അതേ നബിയെ, ഉറങ്ങിയിട്ടില്ല. ഉറങ്ങിയാ മതിയോ? ഇവിടെ എന്തുറക്ക? ഞാനിവിടെ ഉറങ്ങാൻ വന്നവനല്ലേ, എന്റെ ആഖിറം രക്ഷപ്പെടണ്ടേ, അതാണ് എന്റെ വിഷയം. പ്രിയപ്പെട്ട മുതഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, പ്രവർത്തകന്മാരെ, രക്ഷപ്പെടാനുള്ള മാർഗമാണ് നമ്മൾ നോക്കേണ്ടത്. അത് രക്ഷപ്പെട്ടവരെ കൊണ്ട് രക്ഷപ്പെടണം, രക്ഷപ്പെട്ടവരെ കൊണ്ട് രക്ഷപ്പെടണം, അല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങൾ ഒരാളും അവന്റെ അമല് കൊണ്ട് മാത്രം രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ റബീഅത്തിനോട് ചോദിക്കുന്നു, അല്ല റബീഅത്തെ, നീ രാത്രി മുഴുവൻ ഉറക്കൊഴിഞ്ഞിട്ട് എനിക്ക് വെള്ളം ഞാൻ പറയാണ്ട് പിടിച്ചു നിന്നതാണോ? അതെ. ഉടനെ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, യാ റബീഅ സൽ സൽ. നിങ്ങൾ ഹദീസ് കണ്ടില്ലേ മക്കളെ? റിയാദ് സ്വാലിഹീനിലുണ്ട്, മിശ്കാത്തിലുണ്ട്, മറ്റു ഹദീസിന്റെ കിതാബുകളിലും ഉണ്ട്. സൽ. എന്താ റബീഅത്തിന് വേണ്ടത്? റബീഅത്തിന് എന്ത് വേണം? ചോയ്ക്ക്. സൽ ചോയ്ക്ക്. ചോദിച്ചോ? വേണ്ടത് ഇപ്പൊ ചോദിച്ചോ? ഇത് കിട്ടാനാണ്, ഇത് കിട്ടാനാണ് രാത്രി വെള്ളം പിടിച്ചു കുത്തിരുന്നത്. ഇങ്ങനെ ഒരു ചാൻസ് കിട്ടാനാണ്. ഇത് പറയുമ്പോൾ തന്നെ മഹാനായ റബീഅത്ത് ബിൻ കഅബ് റളിയല്ലാഹു അൻഹു പറയുന്നു, യാ റസൂലല്ലാഹ് അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. അല്ലാഹുവിന്റെ ഹബീബേ, എനിക്ക് ചോദിക്കാനുള്ളത്, നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ റഫീഖാവണം. ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. റബ്ബിന്റെ സ്വർഗ്ഗത്തിൽ എത്തണമെന്നല്ല, ഹൗദുൽ കൗസർ കുടിക്കണമെന്നല്ല, സ്വർഗ്ഗത്തിന്റെ മാളിക വീട് കിട്ടണമെന്നല്ല, പിന്നെയോ ഇന്നി അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നാളെ സ്വർഗ്ഗത്തിൽ തങ്ങളെ കൂടെ, തങ്ങളുടെ റഫീഖായി, ഒരു ചങ്ങാതിയായി, ഒരു കൂട്ടുകാരനായി എപ്പോഴും തങ്ങളെ കാണാൻ കഴിയുന്ന ഒരവസ്ഥക്ക് ഈ റബീഅത്ത് ആയി കിട്ടണം. അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, അവ ഗൈറ ദാലിക യാ റബീഅ, ഇതല്ലാത്ത വേറൊന്നും ചോദിക്കാനില്ല മോനെ? ഇതെന്നെ വേണോ? ചോദ്യം കണ്ടോ നിങ്ങള്? നിങ്ങക്ക് മനസ്സിൽ പോയോ? തലക്ക് പോയോ? അള്ളാന്റെ സ്വർഗത്തിൽ കടക്കണമെന്നല്ല, നരകത്തിനെ തൊട്ട് രക്ഷപ്പെടണമെന്നല്ല, സിറാത്ത് പാലത്തിൽ സ്പീഡ് കിട്ടണമെന്നല്ല, നന്മന്റെ തിന്മന്റെ തൂക്കുമ്പോ നന്മ മുൻതൂക്കമാണെന്നല്ല, അള്ളാന്റെ സ്വർഗത്തിൽ കിടന്നിട്ട് റബ്ബിന്റെ സ്വർഗത്തിൽ അള്ളാന്റെ ഹബീബിന്റെ റഫീഖാവണം. അതാ ചോദിക്കുന്ന ബഗൈറദാലിക, ഇതല്ലാതെ വേറൊന്നും അല്ലേ? യാ റസൂലല്ലാഹ്, എനിക്ക് അതന്നെ വേണം. ദാക യാ റസൂലല്ലാഹ്, എനിക്ക് അതന്നെ വേണം. എനിക്ക് തങ്ങളെ സ്വർഗത്തിൽ കാണണം. തങ്ങളെവിടെയോ വലിയ പദവിയിലും ഈ റബീഅത്ത് സ്വർഗത്തിന്റെ ഒരു വലിയ കൊട്ടാരത്തിലായിട്ട് കാര്യമില്ല. എനിക്ക് തങ്ങളെ കാണണം. ഓ മുസ്ലിമീങ്ങളെ, ഓ ഉമ്മമാരെ, ഒന്ന് മദീനത്ത് പോയിട്ട് ഹബീബിനെ കാണണം എന്നാശിച്ച് കരയൂ. അല്ലാഹുവേ, ഞങ്ങൾക്ക് പിന്നെയും മദീനയിലെത്താൻ നിന്റെ ഹബീബിന്റെ മുഖം നോക്കി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയ്യു വറഹ്മത്തുള്ളാഹ് എന്ന് പറയാൻ നീ തൗഫീഖ് നൽകണം അല്ലാഹ്. മരിക്കുന്നതിന് മുമ്പ് ഏതെങ്കിലും വെള്ളിയാഴ്ച രാത്രി, തിങ്കളാഴ്ച രാത്രി ഞങ്ങളെ കൽബൊന്ന് ശുദ്ധിയാക്കിയിട്ട് ഞങ്ങൾക്ക് ഞങ്ങളെ മശായിഖന്മാർ തന്ന സ്വലാത്ത് ചൊല്ലിയിട്ട് ഒന്നോടിക്കൂടി കിടന്നിറങ്ങിയിട്ട് ഒന്ന് സ്വപ്നത്തിലെങ്കിലും നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ ഞങ്ങൾക്ക് കാണിക്കണം അല്ലാഹ്.
ഈ ഹിബ്ബുർ റസൂൽ പരിപാടി അതിനുള്ള കാരണമാക്കണേ അല്ലാ. ഇതിന്റെ സഹായികൾ, ഇതിന്റെ ഖാദിമീങ്ങൾ, ഇതിന് സാമ്പത്തികമായി ശാരീരികമായി സഹായിച്ചാണ് പെണ്ണ് ചെറുത് വലുത്. റബ്ബേ, അവർക്ക് നിന്റെ ഹബീബിനെ കാണാൻ നീ ഭാഗ്യം നൽകണം അല്ലാ. മരിക്കുന്നതിന് മുമ്പൊരിക്കലെങ്കിലും നിന്റെ ഹബീബായ പുന്നാര സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശറഫാക്കപ്പെട്ട മുഖമൊന്ന് സ്വപ്നത്തിലെങ്കിലും കാണിക്കണേ അല്ലാ. നമ്മളെ മശായിഖന്മാർ കണ്ടു, താജുൽ ഉലമ ഉപ്പാപ്പ കണ്ടു, നൂറുൽ ഉലമ എംഎ ഉസ്താദ് കണ്ടു, സജ്പത്തോർ കണ്ടു, ഉസ്താദ് കണ്ടു, ശൈഖുന താജുസരിയ ഉസ്താദ് കണ്ടു, പലരും കണ്ടു. റബ്ബേ, അവരെല്ലാം ഞങ്ങൾ സ്നേഹിക്കുകയും അവരോട് വല്ലാത്ത ഖിദ്മത്ത് എടുക്കുകയും അവരെ ചെരുപ്പെടുത്തു വെക്കുകയും ചെയ്ത ഞങ്ങളെ അല്ലാഹ് നിന്റെ ഹബീബിനെ കണ്ടവരെ കണ്ടതിന്റെ ഫലമായിട്ടെങ്കിലും ഞങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് നിന്റെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നീ കാണിക്കണേ അല്ലാഹ്. അത് ആഗ്രഹിക്കണം, അത് ആഗ്രഹിച്ച് കരയണം. ഞാൻ ഒരിക്കൽ ഉംറക്ക് പോയി, ഞാൻ ഒരിക്കൽ ഹജ്ജിന് പോയി. അതുകൊണ്ടൊന്നും നീയും ഞാനും രക്ഷപ്പെട്ടെന്ന് പറയാൻ കഴിയണമെങ്കിൽ ആ ചെയ്ത ഉംറയും ആ ചെയ്ത ഹജ്ജും അള്ളാന്റെ അടുക്കൽ കബൂലായിട്ടുണ്ട് എന്നെന്തെങ്കിലും രേഖയുണ്ടോ മുസ്ലിമീങ്ങളെ? ഇല്ല. പിന്നെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കബൂലാക്കി തരും. ഈ പാവത്തിന് അല്ലാഹു തള്ളൂല എന്ന ആഗ്രഹം ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം അങ്ങനെയാവണം. ബൈനൽ ഖൗഫി വറജാഇ ആയിരിക്കണം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനിക്ക് അല്ലാഹുവിന്റെ റസൂൽ സമ്മതം കൊടുത്തു. ഒരു കാര്യം പറഞ്ഞു, അഇന്നി ബികസ്റത്തി സുജൂദ്. റബീഅത്തെ, നീ കുറച്ച് കൂടുതൽ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കണേ ഫർളിന്റെ പുറമേ. എല്ലാവരും 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ സമയം കാണണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്താ ആമീൻ പറയാത്ത? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. 2 റക്അത്ത് തഹജ്ജുദ് സുബ്ഹി. ഇപ്പൊ സുബ്ഹി 5 മണിക്കായി. സുബ്ഹി 5 മണിക്കായി. ഇപ്പൊ ആ 5 മണിക്ക് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് എണിച്ചിട്ട് ഏറ്റവും ചുരുങ്ങിയ 2 റക്അത്ത് തഹജ്ജുദ്. പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നിന്ന് നിർബന്ധമായിട്ട് തങ്ങൾ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു കേട്ടോ. നിർബന്ധമായി. നമ്മൾ ആ സുന്നത്ത് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഖാദിമും അദ്ദേഹത്തിന്റെ മുരീദ് സ്വപ്നത്തിൽ കണ്ടപ്പോൾ ചോദിച്ചു, യാ ഉസ്താദ്, യാ ശൈഖ്, എന്താണ് മരണത്തിന് ശേഷം ഖബറിൽ നിങ്ങളുടെ ജീവിതം എന്താണ്? ആ സമയത്ത് പറഞ്ഞു, മോനെ, എനിക്ക് ഖബറിൽ വെച്ച് രക്ഷക്ക് കിട്ടിയത് ഞാൻ പാതിരാക്കണിച്ച് നിസ്കരിച്ച 2 റക്അത്ത് തഹജ്ജുദാണ് എന്ന് ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. ഇമാം ഷാഫി തങ്ങൾ പറയുന്നു, ഞാൻ 12-11 വയസ്സ് മുതൽ ഞാൻ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. കാരണം എന്റെ ഉസ്താദ് ചോദിച്ചു, ആ മുതഅല്ലിമുൻ യത്റുകു തഹജ്ജുദ, ഒരു മുതഅല്ലിമു തഹജ്ജുദ് ഒഴിവാക്കുകയാണോ എന്ന് എന്നോട് ചോദിച്ചു. അത് 11 വയസ്സിൽ ചോദിച്ചതാണ്. പിന്നെ മരണം വരെ ഞാൻ തഹജ്ജുദ് ഒഴിവാക്കിയിട്ടില്ല. സുബ്ഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത്, സുബ്ഹിക്ക് മുമ്പ് അല്ലെങ്കിൽ രാത്രി സുബ്ഹി ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പുള്ള 2 റക്അത്ത് തഹജ്ജുദ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ചന്തി കുത്തിയാക്കിയിട്ട് കിടന്നിട്ട് ഉറങ്ങിയിട്ട് കൂർക്കം വലിച്ചിട്ട് ഉറങ്ങിയാൽ നിനക്കൊന്നിലും ബർക്കത്തുണ്ടാവില്ല. ജീവിതത്തിൽ ബർക്കത്തില്ല, ഇൽമിൽ ബർക്കത്തില്ല, വീട്ടിൽ ബർക്കത്തില്ല, ഒന്നിലും ബർക്കത്തുണ്ടാവില്ല. അതാണ് ബർക്കത്തിന്റെ സമയം. ആ ബർക്കത്തിന്റെ സമയത്ത് എണീറ്റാൽ തന്നെ ബർക്കത്തായി. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി, സലാത്ത് പേരേ പോരാ, മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളോടുള്ള മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന വഴികളാണ് മഹാന്മാരായ സ്വഹാബത്ത് കണ്ടത്. അതിനുശേഷം വന്ന മഹത്തുക്കളും അങ്ങനെയാണ് ചെയ്തത്. അതുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്, ഈ റബീഉൽ അവ്വലിന്റെ എല്ലാ ദിവസവും നിങ്ങളെ വീട്ടിൽ പള്ളിയിലൊരു സരസ് മഗ്രിബിന്റെ ശേഷമുണ്ട്. അൽഹംദുലില്ലാഹ്, വലിയ ബർക്കത്തുള്ള മജ്ലിസ്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അതിന്റെ പുറമേ നിങ്ങൾ എല്ലാവരും വീട്ടിൽ, ആണുങ്ങളെ പെണ്ണുങ്ങളെ,
ആ ചാനലിൽ വരുന്നതും മറ്റേല് വരുന്നതും മണ്ണിൽ വരുന്നതും നോക്കിയിട്ട് അതല്ല, നിന്റെ സ്വന്തം വീട്ടിൽ നീ നിന്റെ മക്കളും ഇരുന്നിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ഓതുകയോ പാടുകയോ വേണം. റബീഉൽ അവ്വലിന്റെ സ്പെഷ്യലായി എന്താണോ അറിയുന്നത് അത് പാടാം, അറിയുന്നത് പാടാം. ബാപ്പു കുഞ്ഞു മുസ്ലിയാർ റളിയല്ലാഹു മർക്കദ മൂപ്പരെ കുറെ പദ്യമുണ്ട് അല്ലേ, റസൂലുള്ളാഹിന്റെ മധുവാക്കിയിട്ടുള്ള പദ്യങ്ങൾ ബാപ്പു കുഞ്ഞു ചേർത്തുണ്ട്. അത് അറിയുന്നെങ്കിൽ അത് പാടാം. അല്ലെങ്കിൽ എന്താ അറിയുന്നത്, മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദ, അതാ ആയിക്കോട്ടെ. അസ്സലാത്തു വസ്സലാമു അലാ റസൂൽ അഷ്റഫിൽ അബ്തഇ വൽ ഹബീബിൽ അറബി, അതാണോ? യാ റബ്ബി സല്ലി അലാ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖ് മിൻ ജഹന്നമ ഫീ ഗദി, അതോ? സലാത്തും വതസ്ലീമും വഅസ്കാ തഹിയ്യത്തി അൽ മുസ്തഫൽ മുഖ്താരി ഖൈറുൽ ബരിയത്തി, അതാണോ? എന്താ അറിയുന്നത്? ഒരു 10-15 പ്രാവശ്യം ചൊല്ലിക്കോ റസൂലുള്ളാഹ്. അത് വേറെ എന്തോ ഓതാൻ അറിയുന്നില്ലെങ്കിൽ എല്ലാവരുടെ വീട്ടിലും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബത്ത് നിങ്ങളെ വീട്ടിൽ അത് പ്രകടമാകണം. പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ചെയ്യണം. മനസ്സിൽ വലിയ ഹുബിന്റെ ആള് ചക്കന്റെ ആള് കുത്തിരുന്ന പോരാ. ബഹുമാനപ്പെട്ട മർഹൂം സജിപ്പ ഉസ്താദ് അല്ലാഹു ദർജ ഉയർത്തി കൊടുക്കട്ടെ, ഓറ് പറഞ്ഞത് എന്നോട്, നിങ്ങളെ വീട്ടിൽ മംഗലം കല്യാണം കഴിയുമ്പോ ആ കല്യാണത്തിന് നിങ്ങ ആക്കുന്ന ഭക്ഷണം ഇല്ലേ മൊയിലാര്, അതുപോലെ കല്യാണത്തിന്റെ പിറകെ നിങ്ങൾ ബിരുന്നാക്കുന്നില്ലേ, വലീമ സൽക്കാരം ആക്കുന്നില്ലേ, അതിനക്ക് പുതിയ പുതിയതെല്ലാം ആക്കുന്നില്ലേ, അത് ആ സൽക്കാരത്തിനും മംഗലത്തിനും ആക്കുന്ന ഭക്ഷണത്തിനേക്കാളും ഒരു വസ്തു കൂടുതൽ ജാസ്തിയാക്കിയിട്ട് അള്ളാന്റെ റസൂലിന്റെ മൗലിദ് നിങ്ങളെ പേരിൽ കഴിക്കണം. ഇതെന്നോട് പറഞ്ഞതാണ്. മംഗലത്തിന്റെ ഒരു നാക്കും ഇല്ല, മംഗലത്തിന്റെ ഒരു നാക്കും ഇന്നെ റസൂലുള്ളാന്റെ ഒരു മൗലിദ് കഴിക്കണം. പച്ച മൈലാഞ്ചി, ചോന്ന മൈലാഞ്ചി, കറുത്ത മൈലാഞ്ചി, ഹലാക്കിന്റെ മൈലാഞ്ചി, അതെല്ലാം അങ്ങനെ കളറിന്റെ മൈലാഞ്ചി, കളറിന്റെ കുപ്പായ, അല്ല കളറായിട്ട് അവൻ അതേ ഉള്ളൂ, വേറെ എന്തും ഇല്ല, ബാക്കിയൊക്കെ ഉള്ളെന്തും ഇല്ല. അപ്പൊ ഈ ഒരു ദിവസം മുമ്പ് ഒരു ദിവസം മുമ്പ് പുരയിൽ കഴിക്കുന്ന മൗലൂദ് അത് സുന്നികളൊക്കെ ചെയ്യും. യഥാർത്ഥ സുന്നികൾ അത് ചെയ്യും. നമ്മളെ പാരമ്പര്യം അങ്ങനെയാണ്. പിറ്റേന്ന് മംഗലം കഴിയുന്നുണ്ടെങ്കിൽ ഒരു ദിവസം മുമ്പ് ഒരു മൗലൂദ് ഉണ്ടാവും. ഉസ്താദ് പറഞ്ഞത് ആ മൗലൂദിന് മംഗലത്തിനാക്കുന്ന ഭക്ഷണത്തിനേക്കാൾ മുന്തിയ ഒരു കാര്യം ഈ മൗലൂദിൽ കൂടുതൽ വേണം. മൗലൂദിന് മട്ടൻ ബിരിയാണിയും പിന്നെ ചിക്കൻ പൊരിച്ചതും ആണ്. പിന്നെ നിന്റെ റഹ്മാനായ റബ്ബിന്റെ എന്താ പറയുക, നിങ്ങൾക്ക് എന്തോ അറിയില്ല, മംഗലത്തിനാക്കുന്നു. അതിനേക്കാൾ ഒരു വസ്തു കൂടുതൽ മൗലൂദിന്റെ ദിവസം ആക്കണം. ശരിക്കും പഠിച്ചോളി. സജിപ്പത്ത് ഉസ്താദ് പറയുന്നതാണ്. എന്നിട്ട് ഓറ് പറഞ്ഞു, മൊയിലാരെ അങ്ങനെ ചിലപ്പോൾ വിളിക്കും, എന്നെ ഹുസൈൻ സാഹിദ് എന്നും വിളിക്കും, മൊയിലാരെ എന്നും വിളിക്കും. എന്റെ മക്കളെ കല്യാണത്തിന് ഞാൻ അങ്ങനെ ആക്കീന് മോനെ, നിങ്ങ അങ്ങനെ ആക്കണം. നിങ്ങൾ മംഗലം കഴിച്ചാളെല്ലാം മനസ്സിലൊന്ന് നോക്കിക്കോളി. നിങ്ങൾ അങ്ങനെ നാക്കീന ഇനി കഴിക്കാൻ ബാക്കിയുള്ള ആള് ഇപ്പൊ എന്നെ തീരുമാനിച്ചോ. എന്താ ഇത് ഉസ്താദിന്റെ വസിയത്താണ്, സജിപ്പത്തോ ഉസ്താദിന്റെ വസിയത്ത്. എന്തെങ്കിലും ഒരു സാധനം മട്ടൻ ബിരിയാണിയും ചിക്കനും മംഗലത്തിനാക്കുന്നു. അന്ന് ആക്കാത്ത ഒരു വസ്തു ഇത് ഈ ദിവസം ആക്കണം. എന്തെങ്കിലും സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമ്മളെ നന്നാക്കി തരട്ടെ. എന്ന് പറഞ്ഞാൽ നിന്റെ മക്കളെ കല്യാണവും നിന്റെ മക്കളും നിന്റെ കുടുംബം മറ്റു കാര്യങ്ങളെക്കാളെല്ലാം നിന്റെ ഹബീബായ പൊന്നു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള ഒരു 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 യശ്ര മഹത്വം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഓ അതിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സാധനം. ഇപ്പൊ ബാങ്ക് കൊടുത്തപ്പോ സഖാഫി വരും, വന്ന് കേറുമ്പോ ഞാൻ നിർത്തും, ഇല്ലപ്പുറം പോവല, നിങ്ങൾ പേടിക്കും വേണ്ട. അല്ലാഹു അക്ബർ, അല്ലാഹു
ഇൻഷാ അല്ലാഹ് ഇപ്പോൾ നമ്മുടെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള നാം ദൂരത്ത് ക്ഷണിച്ചു കൊണ്ടുവന്ന സഖാഫി ഉസ്താദ് ഇവിടെ എത്തും. ഞാൻ നിർത്തി. ഞാൻ പറഞ്ഞു വന്നത് ഇതൊന്നും സിമ്പിളായിട്ട് കാണരുത്. ബഹുമാനപ്പെട്ട സജ്പത്ത് ഉസ്താദ് ആവശ്യമില്ലാത്ത ഒരു കാര്യം സംസാരിക്കാത്ത മഹാനാണ്. ഓറ വായിന്ന് പറയുന്നതെല്ലാം വളരെയധികം വലിയ സത്താണ്, മുത്താണ്. ഓറ് പറഞ്ഞ വാക്കാണ്. നമുക്ക് മാത്രം അത് അതിന്റെ തലയിൽ നമ്മളെ തലയിൽ വരുന്നില്ല. നമുക്ക് മംഗളത്തിന്റെ അതിന്റെ തിരക്ക്, അതിന്റെ മോളെ മംഗളത്തിന്റെ തിരക്ക്, പൊന്നെടുത്ത തിരക്ക്, ഹാളിലേക്ക് പോകുന്ന തിരക്ക്, ചക്കന്റെ തിരക്ക്, മണ്ണിന്റെ തിരക്ക്, ഇതേ തിരക്കേ നിനക്കുള്ളൂ. നിന്റെ കൽബിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ റസൂലില്ല സമയത്ത് വെറുതെ നീ കളവ് പറയണ്ട. നമ്മളെ കൽബിൽ അതില്ല ഉണ്ടെന്ന് നിങ്ങൾ വെറുതെ പറയല്ല. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. അള്ളാഹു നമുക്ക് മാപ്പാക്കി തരട്ടെ. ഹബീബായ റസൂലുള്ളാഹി തങ്ങളെ ആ റഹ്മത്തിന്റെ തിരുനോട്ടം നമ്മളെ എല്ലാ വീട്ടിലെയും നമ്മുടെ പരിപാടി നമ്മളെ കാര്യങ്ങളിലേക്കെല്ലാം അള്ളാഹു തരട്ടെ. ഹബീബായ റസൂലുള്ളാഹിനെ മറന്നുപോയി, എന്നെ ഓർമ്മിച്ചിട്ടില്ല എന്ന നമ്പലം അള്ളാഹുവിന്റെ ഹബീബിനിക്ക് വരുന്ന നിലക്ക് നമ്മളെ വീട്ടിലൊരു കാര്യം നടത്തുന്ന ഒരവസ്ഥ അള്ളാഹു തരാതിരിക്കട്ടെ. നമ്മളിങ്ങനെ അതാണല്ലോ, ഒരു ഉപ്പ ഇങ്ങനെ കാക്കും. മക്കളെ പേരിൽ എന്തും കഴിയുമ്പോ ഉപ്പ എന്നെ വിളിക്കുന്ന അല്ലേ? ഒരു ഉമ്മമാർ കാക്കുമല്ലോ. ആ ഉപ്പനേക്കാളും ഉമ്മനേക്കാളും നമ്മളോട് ഏറ്റവും കൃപയുള്ളത് ഹബീബായ റസൂലുള്ളാഹിക്കാണ്. ഒരു ഉപ്പാക്കും ഒരു ഉമ്മാക്കും, നമ്മളെ മരിച്ചുപോയ ഉമ്മാവും ജീവിച്ചിരിക്കുന്ന ഉമ്മ അവർക്കൊന്നും അള്ളാഹുവിന്റെ ഹബീബിന് നമ്മളോടുള്ള സ്നേഹവും ആ മഹബത്തും കൃപയും, ഓ സഹോദരന്മാരെ, മക്കളെ, രക്ഷിതാക്കളെ, ആലിമികളെ, മുത്താലിമികളെ ഇല്ല മക്കളെ, യാതൊരു സംശയവും ഇല്ല. ആ നിലക്ക് നമ്മളെ വല്ലാത്ത സ്നേഹിച്ച റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ മറന്നു പോകരുത്. എല്ലാ സമയത്തും ഓർമ്മ വേണം. ഈ റബീഉൽ അവ്വൽ കൂടുതലായിട്ട് സ്വലാത്തും ഇതൊക്കെയും ചൊല്ലി വെക്കണം. റസൂലുള്ളാഹിന്റെ മദ്ഹുകൾ പറയണം. പറയുന്നത് കേൾക്കാൻ സമയം കിട്ടണം. വെള്ളിയാഴ്ചകളിൽ എല്ലാ പള്ളികളിലും നേരത്തെ ഇബ്രാഹിം ഫൈസി പറഞ്ഞല്ലോ, എല്ലാ സ്ഥലത്തും പറയുമ്പോൾ ഒരു അരമണിക്കൂറെങ്കിലും അത് കേൾക്കാൻ. ഓ മുസ്ലിമീങ്ങളെ, ഓ സുന്നി വിഭാഗങ്ങളെ, നിങ്ങൾ സമയം കാണണം. SSF-കാരെ, SYS-കാരെ, മുസ്ലിം ജമാഅത്തുകാരെ, മറ്റു സംഘാടകരെ, സമയം കാണണം. അതൊന്നും കാണാത്തൊരു സംഘടന, അതൊന്നും ഇല്ലാത്തൊരു സംഘടനയും പ്രവർത്തനയും കൊണ്ട് എവിടെയും രക്ഷപ്പെടാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ആ നിലക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ സംഘടനകളും പ്രവർത്തനങ്ങളൊക്കെ ഹബീബായ റസൂലുള്ളാഹിനെ വല്ലാത്ത സ്നേഹിച്ചുകൊണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മുടെ ഹൃദയത്തിന്റെ ഒരു പ്രധാന ഭാഗമായി ജീവനെക്കാളും കണ്ടോ. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി ഇങ്ങനെ കൊളത്തിട്ടിട്ട് കയറിൽ കെട്ടി തൂക്കാൻ കൊണ്ടുപോകുമ്പോ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഖുബൈബേ, നിന്നെ ഈ തൂക്കുമരത്തിൽ കയറ്റാണ്ട് ഞങ്ങൾ നിന്റെ വീട്ടിലേക്ക് അയക്കാം. നിന്നെ ഞങ്ങൾക്ക് കൊല്ലാൻ മനസ്സില്ല. നീ ഒരു കാര്യം പറഞ്ഞാൽ മതി ഖുബൈബേ, നിന്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞങ്ങളെ കയ്യിൽ, ഞങ്ങളെ കസ്റ്റഡിയിൽ ഉള്ളത് നിന്റെ നേതാവായ മുഹമ്മദ് നബി ആകുന്നതിൽ നിനക്ക് പ്രശ്നമില്ല. എന്നെ പിടിച്ചതുപോലെ എന്റെ നേതാവിനെ നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കുന്നത് കൊണ്ട് എനിക്ക് പ്രശ്നമില്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ കൊല്ലൂല. ഓ പ്രിയപ്പെട്ടവരെ, ആ സമയത്ത് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്റെ നേതാവിനെ നിങ്ങളെ കസ്റ്റഡിയിൽ വെക്കുന്നത് പോട്ടെ, എന്റെ നേതാവിന്റെ കാലിന്റെ അടിയിലേക്ക് ഒരു മുള്ള് തറച്ച് വേദനയായി എന്ന് പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. അങ്ങനെയാണ് ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ തൂക്കുമരത്തിൽ കയറ്റി ശത്രുക്കൾ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത്. ആ സമയത്തെങ്കിലും ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയാകുന്ന ഒരു ചെറിയ വാക്കെങ്കിലും അവർ പറയാൻ തയ്യാറായിട്ടില്ലെങ്കിൽ അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. അതാണ് അഖീദത്തി അഹ്ലുസുന്നത്തി വൽ ജമാഅ. അതാണ് നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് ഉൾക്കൊണ്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും റബീഉൽ അവ്വൽ 12 മൗലിദ് എല്ലാ പള്ളികളിലും സ്ഥാപനങ്ങളും വളരെ ഭംഗിയായി നടത്തുകയും അവിടെ അനാവശ്യമായ ശബ്ദങ്ങളും ശീലിന്റെ പേരിലോ കെട്ടിന്റെ പേരിലോ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാതെ അപമര്യാദയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേദനയാകുന്ന ഒരു കാര്യവും മൗലിദിന്റെ സദസ്സിലോ ഷീറിന്റെ പരിസരത്തോ ആ പേര് കൊണ്ട് ഉണ്ടാവരുത് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ഉണർത്തുകയാണ്.
പള്ളികളിലോ പള്ളിന്റെ പരിസരത്തോ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടാവരുത്. അതേ പ്രകാരം തന്നെ റബീഉൽ അവ്വൽ 12 രാവിലെയുള്ള നമ്മുടെ വിദ്യാർത്ഥികളും നാട്ടുകാരെല്ലാം ഒന്നിച്ചിട്ടുള്ള നമ്മുടെ റാലികൾ, അതിലും ഒന്നും അനാവശ്യമായ സംസാരങ്ങളും അനാവശ്യമായ ഇടപെടലുകളും ഉണ്ടാവരുത്. അവിടെ എല്ലാം പൊരുത്തവും ഉണ്ടായി സ്വീകരിക്കണമെന്നും ഈ സമയത്ത് എല്ലാ ജമാഅത്തിൽപ്പെട്ട ആളുകളെയും നേതാക്കളെയും ഉണർത്തുന്നു. അതൊന്നും ഒരു അലങ്കോലമായി ശത്രുക്കൾക്ക് നമ്മളെ നോക്കി ചിരിക്കാൻ അവസരമുണ്ടാക്കുന്ന ഏതെങ്കിലും ഒരു വേദന ഉണ്ടാക്കുന്ന പ്രവർത്തനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ തങ്ങളുടെ ജന്മദിനത്തിന്റെ പേരിൽ ഉണ്ടാക്കരുത്. അതൊന്നും അല്ലാഹുവും റസൂലും മഹത്തുക്കളും ഇഷ്ടപ്പെടുന്നതല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാം കുരുത്തത്തോടുകൂടി പൊരുത്തത്തോടുകൂടി ആ തർത്തീബോടുകൂടി നമ്മളെ നേതൃത്വങ്ങൾ പറയുന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ റബീഉൽ അവ്വൽ 12 ഘോഷയാത്രയും റാലികളും അതുപോലെ മൗലിദിന്റെ സരസും ശീലന്റെ ഏർപ്പാടും എല്ലാം തന്നെ അതെല്ലാം ഒരു ഇബാദത്താണ്, ഒരു സൽക്കർമ്മമാണ്, ഒരു നന്മയാണ്. അതിനെല്ലാം തന്നെ അതിൻ്റെതായ കുരുത്തവും പൊരുത്തവും അച്ചടക്കവും ഉണ്ടാവണമെന്നും കൂടി ഈ സമയത്ത് എല്ലാവരെയും ഉണർത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി തരുമാറാകട്ടെ. മൗലിദിന്റെ സരസുകൾ ആ സമയത്ത് നിങ്ങൾ മൊബൈലും മറ്റും ഉപയോഗിക്കാതിരിക്കലാണ് മൗലിദിന്റെ സരസിന്റെ മര്യാദ. അത് മൗലൂദ് ഓടുന്നവരും ഓദിപ്പിക്കുന്നവരും സരസിലിരിക്കുന്നവരും എല്ലാം തന്നെ ആ മൗലൂദിന്റെ സരസിനോടുള്ള ബഹുമാനം പരിഗണിച്ചുകൊണ്ട് മൊബൈലുകൾ യൂസ് ആക്കാതെ അതെല്ലാം സ്വിച്ച് ഓഫ് ചെയ്ത് ആ മൗലൂദിന്റെ 1 മണിക്കൂർ സമയം വളരെ അച്ചടക്കത്തോടു കൂടി ആ സരസുകൾ ആയി കിട്ടണമെന്നും കൂടി ഈ സമയത്ത് എല്ലാവരും ഉണർത്തുന്നു. വീട്ടിൽ മൗലൂദ് നടക്കുമ്പോ ഉമ്മമാരും ആ മൗലൂദിന്റെ സരസുമായി നിങ്ങൾ വീട്ടിന്റെ ഉള്ളിൽ വെച്ച് നിങ്ങൾ അവിടെ അത് ആ നിലക്ക് തന്നെ സംഘടിപ്പിക്കണം. ആരോ വന്നിട്ട് ആരോ ഓതിയിട്ട് എന്തോ പോട്ടെ എന്ന് പറയാതെ അവിടെ എല്ലാം തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ആ വലിയ മഹബത്തിന്റെ ഭാഗമായി ആ കാര്യങ്ങളൊക്കെ നടക്കണം എന്നും കൂടി മൗലൂദിന്റെ സരസിനെ പറ്റി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ബുറുദ ബൈത്ത്, ആ ബുറുദ ചെല്ലുമ്പോഴും തന്നെ അവിടെ എല്ലാം തന്നെ അദബും കുരുത്തവും നമ്മൾ പാലിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ ഉള്ള മഹബത്തിന്റെ മദ്ഹിന്റെ ഭാഗമായി തീരുകയും വേണം. അതൊന്നും ഒരു പാട്ടും കളിയും ആയി പോകാതെ അതിലൊന്നും തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മര്യാദക്കേട് കാണിക്കുന്ന സ്വഭാവങ്ങൾ ആ വിഷയത്തിലും വരാതെ സൂക്ഷിക്കണം. ചില കല്യാണത്തിന്റെ വീട്ടിലേക്ക് മുതഅല്ലിമീങ്ങളെ ബുർദക്ക് വിളിക്കും. എന്നിട്ട് ആ കുട്ടികൾ പോയിട്ട് മുതഅല്ലിമീങ്ങൾ അവിടെ ബുർദ പാടും. അതിനെ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടാവും. പിന്നെ എന്തിനാ ഓ പൊരക്കാരനി പറയാം ഞാൻ ബുർദയും പഠിച്ചിനി, ഞാൻ ബുർദയും പഠിച്ചിനി പറയാൻ വേണ്ടിയിട്ട് അതിനെ കേൾക്കാൻ ആളില്ല. അല്ലെങ്കിൽ ഓരെല്ലാം വേറെ പണിയിലാണ്. ഇത് ഇവിടെ മുതഅല്ലിമീങ്ങൾ ഇരുന്നിട്ട് അവർക്ക് കുടിക്കാൻ വെള്ളവുമില്ല എന്തുമില്ല, അത് കുടിച്ചിട്ട് എങ്ങനെയെങ്കിലും അവസാനം ഓർ പാടി തീർത്തിട്ട് പോയി. ഇതെല്ലാം ഒരു നിലക്കും നമ്മൾ കാണിക്കരുത്. ഇവിടെ എല്ലാം മര്യാദ കുറവ്, അപമാനം വരുന്ന ഒന്നും ചെയ്യരുത്. അതിന് നമുക്ക് സ്വീകരിക്കാനും ആ ബുർദ മജ്ലിസിൽ നമ്മൾക്കൊക്കെ പങ്കെടുക്കാനും അവിടെ ഇരിക്കാനും ഇതിലെല്ലാം സൗകര്യം ഉണ്ടെങ്കിൽ മാത്രം വീട്ടിൽ അത് സംഘടിപ്പിച്ചാൽ മതി. അല്ലെങ്കിൽ ആ വീട്ടിൽ അത് സംഘടിപ്പിച്ചുകൊണ്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ബഹുമാനത്തിന് പകരം അത് അപമാനമായി മാറുന്നൊരവസ്ഥ ഉണ്ടാകും. അവിടെയെല്ലാം വളരെ ജാഗ്രത വേണം. ബിദ്അത്തിന്റെ കക്ഷികൾക്ക്, പുതിയ ആളുകൾക്ക് ഇതിനെ പിടിച്ചിട്ട് പറയാനും കണ്ട ഓരോ ബുർദ കണ്ടില്ലേ, ഓരോ അവസ്ഥ കണ്ട ഓരോ ഗതികേട് കണ്ടില്ലേ എന്ന് പറയുന്നൊരവസ്ഥ പ്രിയപ്പെട്ടവരെ നമ്മൾ ഉണ്ടാക്കരുത്. അവിടെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള ആ വലിയ ബഹുമാനം, ആദരവ്. ബുർദയിൽ ചില ഭാഗങ്ങൾ കരയേണ്ട ഭാഗങ്ങളുണ്ട്. എന്താണ് മക്കളെ അത്?
അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശന്നിട്ട് സഹിക്കാൻ കഴിയാതെ അല്ലാഹുവിന്റെ ഹബീബിന്റെ പള്ളിന്റെ ഭാഗത്ത് കല്ല് വെച്ച് കെട്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗം. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ, അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. അതുകൊണ്ട് ബുർദയും മജ്ലിസും മൗലിദിന്റെ സരസ്സും എല്ലാം തന്നെ കുരുത്തവും പൊരുത്തവും അച്ചടക്കവും ബഹുമാനമുള്ള നിലക്ക് ആക്കി തീർക്കണം. അവിടെ ഒന്നും തന്നെ നമുക്കറിയില്ല ഇതെവിടെ എന്താ ചെയ്യേണ്ടത്. കരയേണ്ടത് ചിരിച്ചാലോ അത് പൊരുത്തക്കേടാണ്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം ഒരു ജാഗ്രത നമുക്ക് വേണം എന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഞാൻ എൻ്റെ എവിടെ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിൻ്റെ എല്ലാം തൗഫീഖ് നൽകി തരുമാറാകട്ടെ. എല്ലാവരും സരസിൽ ഇരുന്ന് നമ്മൾ വളരെ ദൂരത്തുനിന്ന് മധുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി ക്ഷണിച്ചു കൊണ്ടുവന്ന ഉസ്താദുമാരുടെ പ്രഭാഷണവും കാര്യങ്ങളൊക്കെ അൽഹംദുലില്ലാഹ് ഭംഗിയായി ഇവിടെ നടത്തണം. ഈ പരിപാടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ സാമ്പത്തികമായും ശാരീരികമായും സഹായിച്ചവരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം വലിയ പ്രതിഫലം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്തെ? അല്ലാഹു തആല കുറേ വർഷം നമ്മുടെയൊക്കെ ജീവിതകാലവും നമ്മളെ മരണശേഷവും ഈ മദ്ഹുർ റസൂൽ പരിപാടി ഈ സ്ഥലത്ത് ഈ പരിസരമുള്ള ജമാഅത്തിനെല്ലാം ഒത്തൊരുമിച്ച് നടത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും മനസ്സിലും അല്ലാഹുവിന്റെ ഹബീബിനുള്ള ആ വലിയ ബഹുമാനവും ആദരവും അത് മുഖേനയുള്ള സുന്നത്ത് ജമാഅത്തിന്റെ അശക്തമായ പ്രവർത്തനം അല്ലാഹു നമ്മുടെ നാട്ടിൽ നിലനിർത്തി തരട്ടെ. ബിദ്അത്തിന്റെ കക്ഷികളുടെ എല്ലാ ഫിത്നയിൽ നിന്നും ശർറിൽ നിന്നും അല്ലാഹു നമ്മുടെ നാടുകളെയും മഹല്ലുകളെയും നമ്മളെ കൂട്ടുകുടുംബങ്ങളെയും അല്ലാഹു കാക്കുമാറാകട്ടെ. ആ ബിദ്അത്തിൽ പെട്ടുപോയ ആളുകൾക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകി അവർക്കൊക്കെ സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലേക്ക് വരാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ, തൗഫീഖ് കൊടുക്കട്ടെ. അറിയാതെ പെട്ടുപോയവർക്ക് അല്ലാഹു ഹിദായത്തിന്റെ വെളിച്ചം അല്ലാഹു നൽകി അവരൊക്കെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ വിശ്വാസ ആദർശങ്ങളിലേക്ക് വരാൻ അവർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി ദുആരക്കാം. നമുക്ക് എല്ലാവർക്കും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ കുറേ മദ്ഹുകൾ പറയാനും പാടാനും അതുപോലെ ഒരുപാട് സ്വലാത്തുകൾ ചൊല്ലിവെച്ച് ആ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ആ മദ്ഹിന്റെ ബർക്കത്ത് കൊണ്ട് ആ മഹബ്ബത്തിന്റെ ഇഷ്കിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ എല്ലാവരെയും ഈമാൻ സലാമത്താക്കി തരട്ടെ. ഈ മദ്ഹുർ റസൂൽ പരിപാടി തുടങ്ങിയത് മുതൽ ഇന്നേ വരെ ഇതിനെ സഹായിച്ച് മരണപ്പെട്ടു പോയ ആളുകൾ ആരെല്ലാം ഉണ്ടോ അല്ലാഹുവെല്ലാം ഖബറിലേക്ക് ഈ സദസ്സിന്റെ വലിയ ബർക്കത്ത് ഈ മിസ്ല സവാബ് അല്ലാഹു അവരെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാകട്ടെ. നമുക്കെല്ലാം അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സാമ്പത്തികമായും ശാരീരികമായിട്ടുമുള്ള എല്ലാവിധ സന്തോഷങ്ങളും അല്ലാഹു നമുക്ക് നൽകട്ടെ. പെട്ടെന്നുണ്ടാകുന്ന മാരകമായ രോഗങ്ങളിൽ നിന്നും ഏറ്റെടുക്കാൻ കഴിയാത്ത പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു നമ്മളെയും കുടുംബങ്ങളെയും കാക്കുമാറാകട്ടെ. ഇപ്പോഴും ആശുപത്രിയിൽ ഓപ്പറേഷനായിട്ട് ഇന്നലെ മിഞ്ഞാനെന്തോ ഓപ്പറേഷനായിട്ട് ഒരു ഉമ്മ ബോധം തെളിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. നേരത്തെ അല്ലാഹുവേ നീ ആ ഉമ്മക്ക് ബോധം കൊടുക്കണേ അല്ലാ, ആ ഓപ്പറേഷൻ സുഖമായി നീ ആ ഉമ്മയെ വീട്ടിലെത്തിക്കണേ അല്ലാ. ആരെയും ഞങ്ങളിൽ പെട്ട ആരെങ്കിലും ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ അവർക്കെല്ലാം ശിഫ നൽകണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും അവസാന ആഖിബത്ത് നീ സലാമത്താക്കി തരണേ അല്ലാ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ യാ അർഹമർ റഹീമീൻ. നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ മുഖ്യ മദ്ഹുർ റസൂൽ പ്രഭാഷണത്തിന് വേണ്ടി ബന്ധപ്പെട്ട ഉസ്താദുമാർ നമ്മുടെ വേദിയിലേക്ക് വരുന്നു. എല്ലാവരും സദസ്സുമായി സഹകരിക്കുക. അല്ലാഹു വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവരും ഇരിക്കെ. അൽഹംദുലില്ലാഹ്. ബഹുമാനപ്പെട്ട സാദി ഉസ്താദ് അവറുകൾ
നീണ്ട ഒരു പ്രഭാഷണം നടത്തി. അല്ലാഹു തആല ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. ഇനി ഇൻഷാ അല്ലാഹ് നമ്മോട് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് മുണ്ടമ്പ്ര നമുക്കെല്ലാവർക്കും അറിയുന്ന വലിയ ഒരു ഖുർആൻ പ്രഭാഷണ പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ്. നമ്മളെല്ലാ ഞായറാഴ്ച രാവിലെ യൂട്യൂബ് തുറന്നു നോക്കിയാൽ ലൈവായിട്ട് നല്ല ക്ലാസ് കൊണ്ടോട്ടി പള്ളിയിൽ വെച്ച് നീണ്ട 25 വർഷങ്ങളെക്കാളേറെയായി ഒരിക്കൽ ഖത്മുൽ ഖുർആൻ തീർന്നു, ഖുർആൻ പ്രഭാഷണം വീണ്ടും ഖുർആൻ പ്രഭാഷണം ആരംഭിച്ചിട്ടുണ്ട്. മഹാനായ സുൽത്താനുൽ ഉലമയിൽ നിന്ന് ഏറ്റവും വലിയ ഖുർആൻ പ്രഭാഷകൻ എന്ന വലിയൊരു സ്ഥാനപ്പേരും ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ഒരു ഖുർആൻ പുതിയ രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പുത്തനാശയക്കാർ പറയും പോലെയുള്ള രൂപത്തിലല്ല, പഴയതിന് തന്നെ പുതിയ രൂപത്തിൽ ഖുർആൻ വിവരിച്ചു കൊണ്ടുള്ള നല്ല ഖുർആൻ ക്ലാസ് എടുക്കുന്ന വലിയ പണ്ഡിതനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉസ്താദ് അവറുകളുടെ ഇൽമിലും മുതാലയിലും ദർസിലും എല്ലാത്തിലും അല്ലാഹു ബർക്കത്ത് നൽകുമാറാകട്ടെ. നിസ്കാരത്തിന് സമയമായതുകൊണ്ട് കുറേ ആളുകൾ നിസ്കരിക്കാൻ പോയി. ഇൻഷാ അല്ലാഹ് ഇപ്പോൾ അവർ നിസ്കരിച്ച് തിരിച്ചെത്തും. അല്ലാഹു തആല നമ്മുടെ മജ്ലിസുകളെല്ലാം ഖബൂൽ ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി നമ്മൾ വർഷത്തിലൊരിക്കൽ മദ്ഹുർ റസൂൽ എന്ന് പറയുന്ന പ്രഭാഷണം ഇവിടെ സംഘടിപ്പിക്കാറുണ്ട്. ഈ കാണുന്ന മുഅ്മിനീങ്ങളും അപ്പുറത്ത് സ്ത്രീകളും എല്ലാം ഉണ്ട്. അല്ലാഹു തആല എല്ലാം ഖൈറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഷാഫി സഖാഫി ഉസ്താദ് അവറുകളെ സുന്നി കോർഡിനേഷന് വേണ്ടി സ്വാഗതങ്ങൾ അറിയിച്ചു.